ഇപ്പോൾ തിരുവനന്തപുരത്ത് ആശമാർ മാധ്യമങ്ങളെ കാണുകയാണ്. 5-ാം തീയതിക്ക് മുമ്പ് നൽകുക എന്നുള്ള ഡിമാൻഡ് നമ്മൾക്ക് നേടിയെടുക്കുവാൻ കഴിഞ്ഞു. ആശാവർക്കർമാരുടെ ഓണറേറിയത്തിന് ഏർപ്പെടുത്തിയിരുന്ന 10 ക്രൈറ്റീരിയ പിൻവലിക്കണമെന്ന് നമ്മുടെ സമരത്തിന്റെ ഡിമാൻഡായിരുന്നു. ആ ക്രൈറ്റീരിയ പിൻവലിച്ചു. ആശാവർക്കർമാരെ 62 വയസ്സിൽ പിരിച്ചുവിടുവാൻ 2022 മാർച്ച് 2 കൊണ്ടുവന്ന ഉത്തരവ് പിൻവലിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു. ആ ഉത്തരവ് പിൻവലിച്ചു. ആശാവർക്കർമാരുടെ ജോലി എന്താണ് എന്ന് കൃത്യമായി നിർവചിക്കണമെന്നും അതിനപ്പുറത്ത് ആശാവർക്കർമാരെ കൊണ്ട് തൊഴിലെടുപ്പിക്കരുത് എന്നും നമ്മളൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ആശാവർക്കർമാരുടെ സേവനം എന്താണ് എന്ന് കൃത്യമായി നിർവചിക്കുകയും അതിന്റെ സർക്കുലർ ഇറങ്ങുകയും ചെയ്തു. കൂടാതെ നിങ്ങൾക്ക് ഏവർക്കും അറിയാം, ഞങ്ങൾ സമരം ആരംഭിച്ചപ്പോൾ മുതൽ ഞങ്ങൾ ഇവിടെയല്ല സമരം ചെയ്യേണ്ടുന്നത്, കേന്ദ്രത്തിന് മുന്നിലാണ്. അവർ പ്രഖ്യാപിച്ച സ്കീമിലെ തൊഴിലാളികളാണ് ആശാവർക്കർമാർ എന്നൊക്കെ ആയിരുന്നു ഇവിടെ ഭരണകക്ഷിയും അവരുടെ യൂണിയനുകളും എല്ലാം ഞങ്ങൾക്കെതിരെ നടത്തിക്കൊണ്ടിരുന്ന, അത് മുൻനിർത്തിയുള്ള ആക്രമണമാണ് നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഞങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് നടത്തിയ സമരത്തിലൂടെ കേന്ദ്ര ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തുവാൻ കഴിഞ്ഞു. കേന്ദ്ര സഹമന്ത്രി ശ്രീ സുരേഷ് ഗോപി ഇവിടെ എത്തിച്ചേർന്നു. കേരളത്തിലെ പ്രതിപക്ഷ എംപിമാർ എല്ലാവരും ഈ സമരപ്പന്തലിൽ എത്തിച്ചേർന്നു. അവരോടെല്ലാം ഇത് കേന്ദ്രത്തിൽ ഉന്നയിക്കണം എന്ന്, ഈ വിഷയം അവിടെ അവതരിപ്പിക്കണം, 18 വർഷമായി തുടരുന്ന ഈ നടപടി അവസാനിപ്പിച്ച് ഇൻസെന്റീവ് വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെടണമെന്ന് ഞങ്ങളുടെ സമരസമിതി ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ആ റിക്വസ്റ്റ് പരിഗണിച്ചുകൊണ്ട് കേന്ദ്രത്തിൽ 2 സഭകളിലും, ലോക്സഭയിലും രാജ്യസഭയിലും നീണ്ടുനിന്ന ചർച്ചകൾക്ക് ആശാസമരം വഴിയൊരുക്കി. അതിന്റെ അടിസ്ഥാനത്തിൽ 1500 രൂപ ഫിക്സഡ് ഇൻസെന്റീവ് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിക്കാൻ തയ്യാറായി. കൂടാതെ 10 വർഷം പൂർത്തിയാക്കിയ ആശാവർക്കർക്ക് 50,000 രൂപ വിരമിക്കൽ സമയത്ത് ഒരു അനുമോദനമായി നൽകാൻ, അല്ലെങ്കിൽ അവർക്കൊരു റെക്കഗ്നേഷൻ, അവർക്കൊരു അംഗീകാരം നൽകിക്കൊണ്ട് 50,000 രൂപ നൽകാനും കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചു. അതിനുശേഷമാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ നമ്മൾ ആവശ്യപ്പെട്ട ഓണറേറിയ വർധനവ് 21,000 രൂപയായിരുന്നു. പക്ഷേ സംസ്ഥാന സർക്കാരല്ല അത് നൽകേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് കടുംപിടുത്തത്തിലായിരുന്നു സർക്കാർ ഇതുവരെ. പക്ഷേ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രഖ്യാപനത്തിലൂടെ സംസ്ഥാന സർക്കാരാണ് ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടുന്നത് എന്ന് അവർ സമ്മതിച്ചുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ നമ്മുടെ ഓണറേറിയ വർധനവ് പ്രഖ്യാപിച്ചു. കൂടാതെ ഇന്നുവരെയുള്ള മുഴുവൻ കുടിശ്ശികയും തന്നു തീർക്കും എന്ന് അവർ പ്രഖ്യാപിക്കുകയും ചെയ്തു. കൂടാതെ ഞങ്ങളുടെ സമരത്തെ തുടർന്ന് ആശാവർക്കർമാരുടെ വിഷയങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി ഒരു സമിതിയെ സംസ്ഥാന സർക്കാർ വയ്ക്കുകയും ആ സമിതിക്ക് മുൻപാകെ ഞങ്ങൾ കൂടാതെ CITU അടക്കമുള്ള യൂണിയനുകൾ ആശാവർക്കർമാരുടെ ഓണറേറിയ വർധനവ് ആവശ്യപ്പെട്ടു. ഒന്ന്, ആശാവർക്കർമാരുടെ വിഷയം പഠിക്കാൻ ഈ സമരത്തെ തുടർന്ന് സർക്കാർ തയ്യാറായി. ഓണറേറിയം വർധനവ് പ്രഖ്യാപിക്കേണ്ടുന്നത് സംസ്ഥാന സർക്കാരാണെന്ന് CITU അതിലൂടെ അംഗീകരിക്കുകയും ചെയ്തു. അപ്പോ ഈ ഇത്രയും നേട്ടങ്ങൾ ഈ സമരത്തിലൂടെ 265 ദിവസം കൊണ്ട് ഞങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു. അതിന്റെ പശ്ചാത്തലത്തിൽ 265 ദിവസമായി ഇവിടെ തുടർന്നു വരുന്ന ഈ സമരരൂപം ഞങ്ങൾ നാളെ അവസാനിപ്പിക്കുകയാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടർന്നു വരുന്ന ഈ സമരരൂപം അവസാനിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ഡിമാൻഡ് 21,000 രൂപ ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം രൂപ പ്രഖ്യാപിക്കുക. ഈ ഡിമാൻഡ് നേടിയെടുക്കുന്നതുവരെ സമരം തുടരുക എന്നുള്ളതാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. ആ സമരം നമ്മൾ തുടരും. ആ ഡിമാൻഡ് നേടിയെടുക്കുന്നതുവരെ ഈ സമരവുമായി ശക്തമായി നമ്മൾ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ പ്രവർത്തനങ്ങൾ ജില്ലകളിൽ, ജില്ലാതലത്തിലും താഴെത്തട്ടിലും വളരെ വിപുലമായ പ്രവർത്തനങ്ങൾ നടത്താനാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൂടിയ സംസ്ഥാന കമ്മിറ്റി യോഗം തീരുമാനിച്ചിരിക്കുന്നത്. കൂടാതെ നാളെ 11 മണിക്കാണ് ഇവിടെ ഞങ്ങളൊരു സമരപ്രതിജ്ഞാ റാലി നടത്തിക്കൊണ്ട് തുടർന്ന് നടത്താൻ പോകുന്ന സമരങ്ങൾ ഏറ്റെടുക്കുവാൻ പ്രതിജ്ഞ എടുത്തുകൊണ്ട് ആശാവർക്കർമാർ അവിടെ ഈ സമരപ്രതിജ്ഞ റാലിയോടുകൂടിയാണ് നാളെ നമ്മളുടെ ഇവിടുത്തെ ഈ സമരരൂപം അവസാനിപ്പിക്കുന്നത്. ഈ സമരത്തെ നമ്മൾക്ക് വളരെ സന്തോഷത്തോടുകൂടി അറിയിക്കാൻ കഴിയുന്നത്, നമ്മുടെ ഈ സമരപ്രതിജ്ഞ റാലി കേരളത്തിന്റെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ ഉദ്ഘാടനം ചെയ്യും.
ഈ സമരത്തെ ഇന്നുവരെ പിന്തുണച്ച മുഴുവൻ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക നായകന്മാരെയും ഈ സമരത്തോടൊപ്പം എല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് ഞങ്ങളെ ഇവിടെ കാത്തുപുലർത്തിയ എല്ലാ പൊതുജനങ്ങളെയും സാധാരണക്കാരായ മനുഷ്യരെയും എല്ലാവരെയും ഞങ്ങൾ നാളെ ഈ സമരരൂപം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഈ സമരസ്ഥലത്തേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. അവരെല്ലാം നമ്മളിപ്പോൾ തന്നെ ക്ഷണിച്ചു തുടങ്ങിയിട്ടുണ്ട്. കൂടാതെ ഈ ജില്ലകളിൽ നടത്തുന്ന താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങളിലൂടെ ഫെബ്രുവരി 10 ഈ സമരം 2025 ആരംഭിച്ച ഫെബ്രുവരി 10 2026 ഫെബ്രുവരി 10 വളരെ ഐതിഹാസികമായ ഒരു സമര റാലി ഞങ്ങൾ ഈ ഡിമാൻഡുകൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് വലിയ ശക്തമായ ഒരു പ്രക്ഷോഭവുമായി ഫെബ്രുവരി 10 ഇവിടെ തിരിച്ചു വരാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇത്രയുമാണ് നമ്മളുടെ ഈ സമര ഇപ്പോൾ തുടർന്നു വരുന്ന ഈ സമര രീതിയെ കുറിച്ച് ഞങ്ങൾക്ക് അവതരിപ്പിക്കാനുള്ളത്. നിങ്ങൾക്ക് ചോദിക്കാം, അതിനനുസരിച്ച് സംസാരിക്കാം. അത് നമ്മള് താഴെ തട്ട് മുതൽ നമ്മുടെ സെന്ററുകൾ കേന്ദ്രീകരിച്ചു മുതൽ ജില്ലാതലത്തിൽ അത് വിവിധങ്ങളായ തരത്തിലുള്ള ചിലപ്പോൾ പ്രതിഷേധ സദസ്സായിരിക്കാം, ചിലപ്പം സെന്റർ തലത്തിലുള്ള ആശമാരുടെ മീറ്റിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ അവിടെ എടുക്കുന്ന പ്രതിഷേധ പരിപാടികളായിരിക്കാം. എന്തായാലും ജില്ലാ തലത്തിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇല്ല, അങ്ങനെ ഇപ്പൊ തീരുമാനിച്ചിട്ടില്ല. സമരകേന്ദ്രം ഇവിടെ തലസ്ഥാനത്തായിരുന്നു. ആ സമരത്തിന്റെ രൂപമാണ് നാളെ നമ്മൾ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞത്. ജില്ലാതലങ്ങളിൽ ഇത്തരത്തിലുള്ള സമരകേന്ദ്രങ്ങളൊന്നും തന്നെ നിലവിൽ ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടില്ല. എന്തായാലും വളരെ വലിയൊരു വിജയം തന്നെയാണ്. കാരണം 1 രൂപ പോലും വർദ്ധിപ്പിക്കില്ല എന്ന് പറഞ്ഞെടുത്ത്, ഈ ഗവൺമെന്റ് 1 രൂപ പോലും നൽകില്ല എന്ന് പറഞ്ഞെടുത്ത് ഈ ഗവൺമെന്റിനെ കൊണ്ട് തന്നെ ഒരു വർധനവ് വരുത്തിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായിട്ടും സമരത്തിന്റെ വലിയൊരു വിജയം തന്നെയാണ്. ആ വിജയം ഞങ്ങൾ സ്വീകരിക്കുകയാണ്. ചോദിക്കാനില്ലെന്നോ? ലഭ്യമാകേണ്ടവരാണ്, അവർക്ക് ആനുകൂല്യം ലഭ്യമാണ്, അവരത്രയ്ക്ക് ജോലി ചെയ്യുന്നവരാണ്, അവർക്ക് ഇത് അർഹരാണ് എന്ന കാര്യം ആരോഗ്യമന്ത്രിയും സർക്കാരും ഒക്കെ ഭൗതിക ഘട്ടങ്ങളിൽ പറഞ്ഞു. പക്ഷേ സാമ്പത്തിക പ്രതിസന്ധി വരുന്ന വിഷയം കേന്ദ്ര സർക്കാർ തൊഴിലാളികളെ അംഗീകരിക്കണമെന്ന കാര്യം ഒരുപാട് പോകുമ്പോൾ സർക്കാർ അപ്പോൾ പറഞ്ഞു. പക്ഷേ നിങ്ങളത് അവകാശവാദമാണ് സർക്കാർ എന്ന് പൂർണ്ണമായി തള്ളിക്കളഞ്ഞു. അങ്ങനെയല്ല, സർക്കാർ പറഞ്ഞത്, ആരോഗ്യമന്ത്രി പറഞ്ഞത് ഇങ്ങനെയാണ്, കൂട്ടിച്ചേർക്കേണ്ടതായിരുന്നു. ഇല്ല, അത് പറഞ്ഞതുകൊണ്ട് കാര്യമില്ലല്ലോ. ചേർത്ത് പിടിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ലല്ലോ. മനുഷ്യർക്ക് ജീവിക്കാൻ പണിയെടുക്കുന്നത്, അത് ഏത് പേരിൽ പണിയെടുത്താലും അവർക്ക് ജീവിക്കാൻ ഉതകുന്ന വേതനം നൽകുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. സർക്കാരിന് സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ല. സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി എത്രയോ പണമാണ് ധാരാളമായി ആവശ്യത്തിനും അനാവശ്യത്തിനും ഇവിടെ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഏതൊരു മനുഷ്യനാണ് ബോധ്യപ്പെടുന്നത്? സർക്കാരിന് ധനപ്രതിസന്ധിയാണ് ആശമാർക്ക് വേതനം, അല്ലെങ്കിൽ ഏത് പണിയെടുക്കുന്നവനും വേതനം വർദ്ധിപ്പിച്ചു കൊടുക്കാൻ അതിന് തടസ്സമായി നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മാത്രമല്ല, ഈ പൊതുസമൂഹത്തിനും ബോധ്യപ്പെടുന്നില്ല ആ പറയുന്ന വാദഗതി. ഇല്ല, അത് പ്രചരണമല്ലല്ലോ. ഇപ്പൊ ഇവിടുന്ന് ആഹ്ലാദ പ്രകടനം നടത്താൻ CITU വരുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. എല്ലാ ഗ്രൂപ്പുകളിലും അതിന്റെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 265 ദിവസമായി തുടരുന്ന ആശാസമരം അത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് മാറുന്നു. ജില്ലാ കേന്ദ്രങ്ങളിൽ സമരം നടത്താനാണ് തീരുമാനം. പ്രത്യേകിച്ച് സർക്കാർ ഓണറേറിയം ഒക്കെ വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ കൂടിയാണ്. പലതരത്തിലുള്ള ആവശ്യങ്ങൾ സംഘടനയ്ക്ക് നേടിയെടുക്കാൻ ഈ സമരത്തിലൂടെ കഴിഞ്ഞു എന്ന വിലയിരുത്തൽ കൂടിയാണ്. പക്ഷേ സമരം അവസാനിപ്പിക്കുന്നില്ല. ഓണറേറിയം 21,000 രൂപയാക്കണമെന്ന ആവശ്യത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട്